പങ്ക്യാമനെ കുഞ്ഞമ്മ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അയ്യോ എന്തിന്? അത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെന്ന് നോക്കിയാലല്ലേ അറിയുള്ളൂ. ചെല്ല്. എന്തൊരു കഷ്ടം ആലോചിച്ച് നോക്കി. പങ്കുവിന്റെ ടെൻഷൻ അടിക്കണേ, പോയി അന്വേഷിച്ചാ പോരെ. അല്ലാന്നേ അവര് അതെ ആരെങ്കിലും വന്ന് അന്വേഷിച്ച ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേ കേട്ടോ. അല്ല എന്തിനാ പങ്ക് പറയണല്ലേ? ഞാൻ പോയിട്ട് വരാം. വേഗം ചെല്ല്, ദേഷ്യം വന്നാലോ? അതെ ഒരു കഷ്ടം. ദേഷ്യം വന്നാ എന്താ? ഒന്നുമില്ല. നിങ്ങക്കെന്താ? അതെ അമ്മായി, പങ്ക്യാമനെ ആരും വിളിക്കുന്നൊന്നുമില്ല. ഞങ്ങള് വെറുതെ മനഃപൂർവ്വം ഒഴിവാക്കിയതാ. അതെ, കുഞ്ഞമ്മ ഇവിടുന്ന് പറഞ്ഞു വിടാൻ എന്തോ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ പ്ലാൻ എന്താന്നറിയാതെ ഇവക്കൊരു ഇരിക്കപ്പുറതിയില്ല. എനിക്ക് മാത്രമൊന്നുമല്ല, ചേച്ചിക്ക് ഒരിക്കൽ പുറത്തിയില്ല. അതാ വന്നേ. എനിക്ക് അത്രയ്ക്കൊന്നും ഇല്ല. ഞാൻ വെറുതെ വാവയെ നോക്കി അവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. അപ്പൊ ഇവള് വന്നിട്ട് പറയായിരുന്നു, എന്നാലും എന്തായിരിക്കും ചേച്ചി പ്ലാൻ? പ്ലാൻ നമ്മൾ അറിഞ്ഞില്ലല്ലോ, ഇനി നമ്മൾ പ്ലാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ കാരണം പ്ലാൻ ചാളാവോ? അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ടെൻഷനായി, അതുകൊണ്ട് വന്നതാ. എന്താ പ്ലാൻ പറയോ? ശരി, ഇനിയിപ്പൊ എന്റെ പ്ലാൻ എന്താന്ന് അറിയാത്തോടെ നിങ്ങളുടെ ഒന്നും ഉറക്കം നഷ്ടപ്പെടണ്ട. എന്നാ നിങ്ങൾ കേട്ടോ, ഇവിടെ ഉടനെ തന്നെ ഒരു റെയ്ഡ് നടക്കും. ഇഡി റെയ്ഡോ? ഇഡി റെയ്ഡൊന്നും അല്ല, CBI. പോലീസ് റെയ്ഡ്. പോലീസുകാർ വന്ന് രാധാലക്ഷ്മിയെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിനൊടുവിൽ രാധാലക്ഷ്മിയുടെ പരോള് ക്യാൻസലാക്കി അവരെ തിരിച്ച് ജയിലിലടയ്ക്കും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അതെന്താന്ന് എന്നോട് ചോദിക്കരുത്. മതി, ഇത്ര അറിഞ്ഞാ മതി. പിന്നെ അമ്മായി, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ഈ പോലീസ് എപ്പോഴത്തേക്കായിരിക്കും ഇങ്ങോട്ട് വരിക? ഇതിപ്പോ പറയാൻ പറ്റൂല, പക്ഷെ ഉടനെ തന്നെ വരും. എന്നാലും ഏകദേശം ഒരു സമയമൊക്കെ ഇടി എന്തിനാ സമയമൊക്കെ അറിയണേ? നീ ഇവിടുന്ന് ഇങ്ങോട്ട് പോണൊന്നുമില്ലല്ലോ. പോലീസ് എപ്പോ വന്നാലും നിനക്ക് കാണാലോ. ഞങ്ങൾ ഈ റെയ്ഡൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പൊ വരുമ്പോ കാണാന്ന് വെച്ചിട്ട് വിളിച്ചു ചോദിക്കണതാ. ടെൻഷൻ അടിക്കണ്ട, അതിനുള്ള അവസരം ഉണ്ടാക്കി തരാം. എന്നാ പിന്നെ നമുക്ക് പോവാം. പിന്നെ അമ്മായി, ഇത് വളരെ രഹസ്യമായിരിക്കണം, ആരോടും പറയരുത്. ഞാൻ ആരോട് പറയാൻ? അല്ല, ഇപ്പൊ തന്നെ 2-3 വട്ടം ഞങ്ങളെ നിർബന്ധിച്ചപ്പോ ഞങ്ങളോട് പറഞ്ഞില്ലേ? അതുപോലെ വേറെ ആരോടും പറയരുത്, പ്രത്യേകിച്ച് പങ്ക്യാമനോട്. പങ്ക്യാമൻ അറിഞ്ഞ ഈ പഞ്ചായത്ത് മുഴുവൻ അറിയും കേട്ടോ. ആരോടും പറയല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ സൂപ്പർ ഐഡിയ, ഇത് വർക്കൗട്ടാവും. ആരോടും പറയില്ലേട്ടാ ബൈ. അപ്പൊ ഓക്കെ. അമ്മായി ആരോടും പറയില്ലേ? ഓ മരിയോടുന്ന് അതീവ രഹസ്യമായിരിക്കണം. അപ്പൊ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ? എന്റെ പരിപാടിയല്ല, അമ്മായിടെ. ഞാനതിലില്ല. മനസ്സിലായി. അവർക്കപ്പൊ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ്. അതെ കുഞ്ഞമ്മ, പോലീസിനെ ഇറക്കി കുഞ്ഞമ്മയുടെ പരോള് റദ്ദാക്കിയിട്ടേ കുഞ്ഞമ്മയെ തിരിച്ച് ജയിലിലേക്ക് അയക്കാൻ അമ്മയുടെ പ്ലാൻ. അല്ല, ഈ പോലീസൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ ഞാനൊന്ന് തമിഴ്നാട് വരെ പോയിട്ട് വന്നാലോ ഒന്ന് ആലോചിക്കോ? നീ എവിടെയും പോകുന്നില്ല. ഓ, പോലീസുകാരെന്ന് പറഞ്ഞപ്പോ അങ്ങ് പേടിച്ചോ അല്ലേ? പേടിച്ചിട്ടൊന്നുമല്ല, എന്റെ മുമ്പിൽ കൂടി കുഞ്ഞമ്മേനെ കയ്യാമം വെച്ചോണ്ട് പോണത് കാണാനുള്ള ത്രാണിയില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞു പോയതാ. അത് മാത്രമല്ല, എന്റെ നാള് പൂരുട്ടാതിയാ. അതിന് കേരള പോലീസിന്റെ നാളും എന്റെ നാളായിട്ട് ചേരിയല്ല. അതെ, നീ എവിടെയും പോകാൻ പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഉണ്ടല്ലോ. എന്തായാലും ഷാഹിനെ പറഞ്ഞതനുസരിച്ച് പോലീസുകാർ വരാൻ കുറച്ച് മണിക്കൂറുകൾ കൂടി എടുക്കും. അപ്പൊ ആ മണിക്കൂറുകൾ എന്ന് പറയുന്നത് നമുക്ക് നിർണായകമാണ്. എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഞാൻ ഉണ്ട്. അതെ കുഞ്ഞമ്മേ, എന്തായാലും അറിയാനുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇനിയിപ്പോ എന്റെ അമ്പിളിക്ക് ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടൂടെ? നീ അമ്പിളിയുടെ പേര് ഓർമ്മപ്പെടുത്തിയത് നന്നായി. അവിടെ കത്തിയും കൊണ്ട് ആൾക്കാർ വെയിറ്റിംഗിലാ. എടാ നീ ആ ഫോൺ
ഒരു മിനിറ്റ്. ഇടി പൊട്ടി, നീ ഇപ്പൊ എന്തിനാ അമ്പിളിയുടെ കാര്യം പറഞ്ഞത്? അവിടെ കത്തി മൂർച്ച വെച്ച ആൾക്കാർ നിൽക്കുകയാണ്, ഹലാൽ കട്ടിങ് നടക്കുന്നു. മുത്തുവേട്ട എന്റെ അമ്പിളിക്ക് ഒട്ടമേറ്റന്റെ അമ്പിളിക്ക് എന്ത് കാര്യത്തിന് ഇപ്പൊ പറഞ്ഞത്? എന്താവും? ഹല്ല, മർഹബ. മർഹബേരാ. അയ്യോ, അവിടെ അറക്കണ ആളത്. അയ്യോ, അൽ മിൻതയിൽ കലാം യാ റഹമഹൈ. മനസ്സിലായില്ല. ലല അമ്പിളി അമ്പിളി യാ റഹമഹറഹിഗോമ. അയ്യോ, ഏതാ അമ്പലത്തിന്റെ ചോട്ടിലിട്ടാ കൊല്ലണേന്ന്. ഓ യാ ശുക്രൻ ശുക്രൻ ശുക്രൻ. എന്തായാലും നിനക്ക് ശുക്രനാട്ടാ. അതാ അമ്പിളി മരിക്കുമല്ലേ? എടി, അവിടെ കിടന്ന് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് ഒത്തിരി പൈസ കൊടുക്കും. നീ രക്ഷപ്പെട്ടില്ലേ? ചുമ്മാ ഇരിക്കണ്ട ഉത്തമേട്ട. അൽ മിൻതല്ല കലാം യാ ശുക്രൻ. കഴിഞ്ഞു. കുഞ്ഞമ്മ എന്താ ഇപ്പൊ പറഞ്ഞ? എന്ത് ചെയ്യാനാ പറഞ്ഞേ? അമ്പിളിക്കെ കൊല്ലാനാ പറഞ്ഞേ? തൽക്കാലം ഒന്നും ചെയ്യണ്ടെന്നാ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഒരു കുഴപ്പമില്ലെന്ന്. അതെ, തൽക്കാലം ഒന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞിരിക്കണേ. നീ എങ്ങാനും ഞങ്ങളെ പറ്റിക്കാൻ വല്ല പ്ലാനും മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ കല്ലെറിഞ്ഞു കൊന്നേക്കാൻ പറഞ്ഞു. അയ്യോ, ഓ, ഭയങ്കര മരണമായിരിക്കും. അപ്പൊ നീ ഞങ്ങളുടെ കൂടെ നിക്കോ അതോ? ഞാൻ നിങ്ങളുടെ കൂടെ നിക്കാം. ആ, എന്നാ നിനക്കും കൊള്ളാം, അമ്പിളിക്കും കൊള്ളാം. അതെ, കുഞ്ഞമ്മ പറഞ്ഞ അതുപോലെ കേട്ടോളണം. ഞാനും ഞാൻ പറഞ്ഞാലും കേക്കണം. കേക്കാം. ആ, അപ്പൊ വൈകുന്നേരം ഇന്ന് എല്ലാ ദിവസവും ഒരു ഗ്ലാസ് പാലെനിക്ക്. അയ്യോ, അത് ആ പുണ്യനോട് ചോദിക്കണം. കല്ലെറിഞ്ഞുള്ള മരണമെന്ന് പറഞ്ഞാൽ എന്ത് മരണമെന്ന് അറിയാമോ? വേണ്ട വേണ്ട, ഞാൻ ആ പുണ്യനോട് ചോദിച്ചോളാം. ഓ, ഇതാരാണ് പറഞ്ഞപ്പോ തന്നെ പ്രത്യക്ഷപ്പെടാൻ? മഹാവിഷ്ണു. ഷൈന, ആ, നീ എന്ത് ശത്രുപാളയത്തില്? അതെ, കുഞ്ഞമ്മ കുടിക്കാൻ വെള്ളം ചോദിച്ചു. അപ്പൊ ഞാനത് കൊടുക്കാൻ നിൽക്കായിരുന്നു. നിന്റെ വെള്ളമൊന്നും കാണുന്നില്ലല്ലോ അവിടെ. ഇപ്പൊ ചോദിച്ചുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാട്ടോ. നീ ഇവരുടെ കൂടെ നിന്നാലേ നിന്റെ വാപ്പയുടെ സ്ഥലം കൂടി ഇവര് ആശ്രമത്തിന് വല്ലാണ്ട് എഴുതി കൊണ്ടുപോകും. കുഞ്ഞമ്മേ, ഇപ്പൊ ഞങ്ങൾ കൊന്നാലാ? വേണ്ട, മണ്ണിൽ പണിയെടുക്കുന്ന ഒരു കർഷകനല്ലേ അവൻ, വെറുതെ വിട്ടേക്ക്. അതെ, കുഞ്ഞമ്മ പറഞ്ഞുകൊണ്ട് മാത്രം നിന്നെ വെറുതെ വിടുവോ? അല്ലെങ്കിൽ നീ രണ്ട് മൂക്കിൽ വലിക്കും. ഒന്ന് പോടാ ഹൈദ്രോസേ. എന്റെ അച്ഛനെ വിളിച്ചാണ്ടല്ല. അതിന് ഉത്തമേന്റെ അച്ഛന്റെ പേര് ഹൈദ്രോസ് എന്നല്ലല്ലോ. ശരിയാണല്ലോ. ആരാടാ ഹൈദ്രോസ്? അതെ, കീടൻ സിനിമയിൽ മോഹൻലാലിന്റെ കൂടെ ഒരു ഹൈദ്രോസ് നടക്കാറുണ്ട്. അതുപോലെ കുഞ്ഞമ്മയുടെ കൂടെ ഇങ്ങനെ നടന്നോ നീ വലിയ ആളായിട്ട്. കുഞ്ഞമ്മേനെ മോഹൻലാൽ എന്ന് വിളിക്കുന്നു. സാരമില്ലടാ, ലാലേട്ടനെ കുറിച്ചല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം ലാലേട്ടനെ. ഷൈന, നീ അധികം അവിടെ നിൽക്കണ്ട, എന്റെ കൂടെ പോന്നേ. ഷാഹിൻ എന്താ നിന്റെ ടയറാ ഒന്നിച്ചു പോകാനായിട്ട്? നീ പോടാ. നീ പോടാ അവിടുന്ന്. അമ്മ ആശ്രമത്തിലാ. കുഞ്ഞമ്മ, എടാ വിട്ടേരടാ വെറുതെ. ടാ, നീ മറകപ്പാന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല കേട്ടില്ല. അതിന് എനിക്ക് എന്നെ വേണം കേട്ടിട്ടില്ലെങ്കിൽ പോടാ. നീ അങ്ങോട്ട് വന്നോട്ടോ. ഓ, കുഞ്ഞമ്മേ, ഇപ്പൊ തന്നെ മർഹബേനെ വിളി. അമ്പിളിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ പറ. എന്തിന്? അപ്പുണ്ണി ഇവിടെ നിന്നിട്ട് ഇത്ര നേരമായിട്ട് അവള് പാല് ചോദിച്ചില്ല. ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാം. അപ്പുണ്ണിയുടെ നിക്ക്. ആ, ചെല്ലട്ടെ. അതെ ഉത്തമേട്ടാ, ഒരു ഗ്ലാസ് പാലല്ലേ, അത് ഞാൻ സെറ്റ് ചെയ്തരാം. അമ്പിളിക്കൊന്നും ചെയ്യല്ലേ. ഒരു ഗ്ലാസ് അല്ല, 1 ലിറ്റർ. 1 ലിറ്റർ ഞാൻ സെറ്റ് ചെയ്യാം. കുഞ്ഞമ്മ, അമ്പിളിക്കൊന്നും ചെയ്യല്ലേ. ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. ഓടിച്ചില്ലേ പെട്ടെന്നില്ലേ? നാണം ഉണ്ടടാ ഊളെ. എന്തിനി? എടാ, ഒരു പാവം പെണ്ണിന്റെ പാലിന്റെ പേരും പറഞ്ഞാണോടാ ഭീഷണിപ്പെടുത്തുന്നേ? കുഞ്ഞമ്മേ, ഇതെന്താ സംഭവം എന്നറിയാമോ? എന്ത്? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1/2 ലിറ്റർ കുഞ്ഞമ്മക്കും 1/2 ലിറ്റർ എനിക്കും. എന്നിട്ട് നീ ഈ കാര്യം അവിടെ നിൽക്കുമ്പോ പറഞ്ഞില്ലല്ലോ. അയ്യോ, അവളുടെ മുമ്പ് വെച്ചത് മെൻഷൻ ചെയ്യാൻ പറ്റുമോ? കുഞ്ഞമ്മ അണക്കടല്ലേ കുഞ്ഞമ്മക്ക്. അതാണ് 1/2 ലിറ്റർ പാൽ അവിടെയാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. വലിയ കടുത്ത കല്ല് നിനക്ക് വേണ്ടി മാറ്റി വയ്ക്കും. പിടിച്ചു. ഓ, ഒരു നാണം ഇല്ലാണ്ട് അതിന്റെ പങ്ക് പറ്റി. 1/2 ലിറ്റർ ഞാൻ തരാം. ഞാൻ മൊത്തം കുടിച്ചിട്ട് 1/2 ലിറ്റർ മറിഞ്ഞു പോയിന്ന് പറയും. പാല് മാത്രം ചോദിച്ചാൽ പോരായിരുന്നു, വെണ്ണയും ചോദിക്കണമായിരുന്നു. അതടുത്ത ഭീഷണിപ്പെടുത്തലിനാവട്ടെ. ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ തിന്ന് കൊഴുക്കും ഞാനിവിടെ. കുറെ നേരമായിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുന്നല്ലോ, അതൊന്നും പറയുന്നില്ലല്ലോ. മജീദേ, ഞാൻ ചുമ്മാ അറിഞ്ഞതാ വേട്ടാ.
എന്താ പറഞ്ഞ്? ഒന്നുമില്ല, ബലരാമേട്ടൻ എന്തോ ആലോചിക്കുകയാണല്ലോ എന്ന് പറഞ്ഞതാ. മജീദെ, പണ്ട് എനിക്കൊരു നാടക സമിതി ഉള്ളതായിട്ട് അറിയാവോ? അറിയാമോ ഒന്നോ? ആ സമിതി കളിച്ച 2 നാടകം ഞാൻ കണ്ടിട്ടുമുണ്ട്. അയ്യോ, മറക്കാൻ പറ്റൂലേ. അതെ അതെ, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ഓ, അത് എന്ത് മഹാനാടകങ്ങളായിരുന്നു. അയ്യോ, ഭയങ്കരമായിരുന്നു കേട്ടോ മജീദെ. അന്ന് ആ നാടക സമിതി ഒന്ന് വിപുലീകരിക്കാൻ വേണ്ടി ഞാൻ ഈ തറവാടും പറമ്പും ഒക്കെ ഒന്ന് വിൽക്കാമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോ വളരെ തന്ത്രപൂർവ്വം സീതാലക്ഷ്മി എന്തെന്നറിയാവോ, ഇതെല്ലാം കൂടെ എഴുതി എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങിച്ചു. അതിനെന്താ, ഇത്രയും കാലം തറവാട് നല്ല ഭംഗിയായിട്ട് പോയില്ലേ? എന്നിട്ട് എന്തായി? എല്ലാം പോയില്ലേ മയ്യതേ? അത് പോയി. അന്ന് ഈ തറവാട് വിറ്റ് ഞാനൊരു വലിയ നാടക സമിതി തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നാടക ആചാര്യനായി മാറിയല്ലേ മജീദേ? തിരിച്ചു ആവാലോ ബലരാമേട്ട. അതെ, അത്തരം നാടകങ്ങളാണല്ലോ ഇറക്കിയിരിക്കുന്നത്. തീർച്ചയായും. ഓ, അല്ല, പറഞ്ഞത് അത്തരം മനോഹരമായ നാടകങ്ങളാണല്ലോ. അതെ അതെ അതെ. അയ്യോ ബലരാമേട്ടോ, ഈ തറവാട് ആശ്രമമാക്കുന്ന കാര്യം ഏതെങ്കിലും തരത്തിൽ മാറ്റാൻ പറ്റുമോ? ഓ, അതൊന്നും ഇനി നടക്കുന്ന കാര്യമല്ല മജീദേ. ആ താടക എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ആര്? രാധാലക്ഷ്മിയോ? രാധാലക്ഷ്മി അല്ല, സീതാലക്ഷ്മി. ഓ, ബലരാമേട്ടോ, അന്ന് തറവാട് നോക്കാൻ വന്ന സ്വാമിമാരെല്ലാരും പോയായിരുന്നോ? എല്ലാരും പോയായിരുന്നല്ലോ. ആണോ? ആ സ്വാമിമാര് ഒരു സ്വാമിയെ മിസ് ചെയ്തിട്ടാ പോയേക്കുന്നത്. എവിടെ? ദേണ്ടേ, വഴിയറിയാതെ ഇങ്ങോട്ട് വരുന്നുണ്ടേ. ബലരാമേട്ടോ, അതാരാന്ന് മനസ്സിലായോ? ഇല്ല. നമ്മുടെ മനോഹരനാ. മനോഹരനോ? ആ, മനോഹരോ? ഓ, നിനക്ക് എന്ത് പറ്റിയടാ? ഞാൻ രാധേച്ചി ഒന്ന് കാണാൻ വന്നതാ. അല്ല, അവളെ കാണാൻ നീ ഈ വേഷത്തിൽ എന്തിനാ വന്നത്? ഞാൻ ശിഷ്യത്വം സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഓ ഓ ഓ, അങ്ങനെ. മനോഹര, അതിനെ സന്യാസം സ്വീകരിച്ചത് സീതേച്ചിയാ, അല്ലാതെ രാധേച്ചിയല്ല. അതെനക്കറിയാം. ഈ കൊട്ടിലപ്പാട്ട് തറവാട് ആശ്രമാക്കാൻ പോകണല്ലോ. അപ്പൊ സ്വാമിമാരെ അഡ്മിഷൻ കിട്ടാൻ ഒരു സാധ്യത ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ രാധേച്ചിനെ കാണാൻ വന്നതാ. എടാ, ഈ തോന്നുമ്പോ ആളെ കയറ്റാനേ ഇത് രാഷ്ട്രീയ പാർട്ടിയല്ല, സ്ഥാപിക്കാൻ പോകുന്ന ആശ്രമമാ. അതൊക്കെ എനിക്കറിയാം. എന്റെ ആഗ്രഹ സബലീകരണമാണിത്. കൊട്ടിലപ്പാട്ട് തറവാടിൽ ഉറങ്ങിക്കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എങ്ങനെ? ഒരു ജില്ലക്കകത്തിൽ ആള് നിറച്ചുണ്ടായില്ലേ. അച്ഛൻ, അമ്മ, അമ്മാമൻ, അമ്മായി, ഒന്നും പറയണ്ട. സ്വാമിമാരായാല് എല്ലാ സ്വാമിമാർ അതിൽ ഒരു സ്വാമിയായി ഉറങ്ങി എൻ്റെ ശിഷ്ടകാലം ഞാനങ്ങനെ കഴിഞ്ഞു. അച്ഛൻ എങ്ങനെയെങ്കിലും പറഞ്ഞു അഡ്മിഷൻ ശരിയാക്കി തരണം. മനോഹര, ഓ, ഈ തറവാടുണ്ടല്ലോടാ, എൻ്റെ അപ്പൻ അപ്പൂപ്പന്മാരുടെ വീർപ്പിന്റെ ഫലമാണ്. അപ്പന്റെ അപ്പൂപ്പന്റെ വേർപ്പിന്റെ പല നാട്ടുകാർ കൊണ്ടുപോകും. മനോഹര, ഓ, നീ ഇത് ആരോടാ പറയുന്നതെന്ന് അറിയാവോ? എടാ, സ്വന്തം തറവാട് കൈവിട്ട് പോകുന്നു എന്നറിഞ്ഞ് നെഞ്ചു കലങ്ങി ഒരു തുള്ളി കണ്ണീര് ഭൂമിയിലോട്ട് വീഴ്ത്തണോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാ ഇത് ആരെന്നറിയോടാ നിനക്ക്? ഇതെന്റെ അച്ഛൻ. അല്ല, എന്റെ മുതലാളിന്റെ അച്ഛനാണല്ലോ. അത് എന്റെ അച്ഛൻ തന്നെ. ആ, ഒരു അഡ്മിഷൻ ശരിയാക്കി തരണം അച്ഛ. അല്ല മനോഹര, നീ ആശ്രമത്തിൽ ചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞു? ആ, തീരുമാനിച്ചു കഴിഞ്ഞു. അല്ല, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒന്നും പറയണ്ട. അല്ല, ഞാൻ പറയുന്നത് നീ എന്ത് പറയേണ്ടത്? ഞാൻ പറയട്ടെ. ഒന്നും പറയണ്ട. അല്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മനോഹര, നിക്ക്, ഞാൻ പറയട്ടെ. അതല്ലെന്നേ. എന്തല്ല? നിക്ക് മനോഹര, നിക്ക്. ഈ വീട്ടിലെ നിന്റെ അവസാനത്തെ ചായ കൂടി ആടി രാധാലക്ഷ്മി. നിന്റെ പ്ലാൻ എന്തൊക്കെയാന്ന് അറിയാടി എനിക്ക്. ഞാൻ എന്തിനും തയ്യാറായിട്ടായിരിക്കണേ സാറാന്ന്. മനോഹര, ഞാൻ പറയുന്നത് കേക്ക്. രാധേച്ചി, എന്താടാ? രാധേച്ചി തുടങ്ങുന്ന ആശ്രമം മിക്സഡ് ആണോ പെണ്ണുങ്ങൾക്കുള്ളതാണോ? നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് ആശ്രമത്തിൽ അഡ്മിഷൻ ശരിയാക്കി തരണം.
അഡ്മിഷനാ? ആ ഇതെന്താ കോളേജ് അഡ്മിഷൻ പോലെയാണോ നിന്റെ വിചാരിച്ചേ? രാധേച്ചി, ഇനി എന്റെ ശിഷ്ട ജീവിതം ആത്മീയതയിലേക്ക് ഞാൻ കൊടുക്കുന്നു. ആയിക്കോട്ടെ, ഒരു അഡ്മിഷൻ വേണം രാധേച്ചി. എന്റെ പൊന്നു മനോഹര, ഇവിടെ ഒരാശ്രമവും വരാൻ പോകുന്നില്ല. നിങ്ങൾ പറയുന്നതൊക്കെ വിശ്വാസം ഇറക്കി രാധേച്ചി പറയുന്ന രാധേച്ചിയുടെ ആശ്രമം വരുന്നത് പറഞ്ഞിട്ട് വന്നിരിക്കും അല്ലേ രാധേച്ചി? പിന്നല്ല. അങ്ങനെയാണെങ്കിൽ മനോഹരൻ ഒരു കാര്യം ചെയ്യും, ഒരു 5 മിനിറ്റ് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം ഇവിടെ ആശ്രമം തുടങ്ങുവോ ഇല്ലയോ എന്ന്. 5 മിനിറ്റ് കൊണ്ട് എന്ത് വിസ്മയം ഉണ്ടാവാനാ? ഒന്ന് വെയിറ്റ് ചെയ്യും മനോഹര. അവരെത്തി. സ്വാമിമാരാണ്. ആരാ വന്നേന്ന് നോക്കേ. മജീദിക്ക പോകണ്ട, അവരിങ്ങോട്ട് വരാനുള്ളവരാ. ഓടോ. ആ സാറേ തോണ്ടിരിക്കുന്നു, ബാ ഇങ്ങോട്ട് വാ, ഇറങ്ങി വാ, അനങ്ങി നടക്ക് സാറേ ഇങ്ങോട്ട്. വാ വാ. അയ്യോ അല്ല സാറേ നടന്നു. അമ്മായി പോലീസ് അടക്ക. ഇന്നാളെ ഒരു പോലീസുകാരൻ വന്ന് ഇവിടെ തലയിടിച്ചു, അവിടെ അങ്ങ് ഇരുന്നു പോയി സാറേ. അമ്മായി. നമസ്കാരം സാറേ. നമസ്കാരം സാർ. സാറമ്മേ, എന്താ ഈ വീട്ടിൽ പോലീസുകാരൊക്കെ വരുന്നേ? തടവ് പുള്ളിയൊക്കെ ഉള്ള ഒരു വീടല്ലേ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ അന്വേഷിച്ച് വന്നു എന്നൊക്കെ ഇരിക്കും. ഈ ആശ്രമത്തിലൊരു ശിഷ്യൻ എന്ന രീതിയിൽ ഞാനൊന്ന് ഇടപെടട്ടെ. ആശ്രമത്തിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വന്നവരൊക്കെ അങ്ങോട്ട് മാറി നിൽക്കി. സാറേ, ആരി രാധാലക്ഷ്മി? സാറേ ഇതാണ് കക്ഷി. നിങ്ങളാണോ രാധാലക്ഷ്മി? രാധേച്ചി ചോദിച്ചു കേട്ടില്ലേ, പോലീസ് ചോദിക്കുന്നു. അതെ, എന്റെ ചെവിക്ക് തൽക്കാലം കുഴപ്പമൊന്നുമില്ല, നല്ല പോലെ കേൾക്കാം. സാറേ, ഞാനാ രാധാലക്ഷ്മി. എന്താ കാര്യം? കണ്ടോ കണ്ടോ കണ്ടോ, അഹങ്കാരം കണ്ടോ സാറേ? ഇങ്ങോട്ട് ചോദിക്കും സാറേ. പരോള് കിട്ടാൻ വേണ്ടി നല്ല രീതിയിൽ പൊളിറ്റിക്സ് ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചല്ലേ? എന്റെ സാറേ, എനിക്ക് പൊളിറ്റിക്കൽ ബന്ധങ്ങൾ മാത്രമൊന്നുമല്ല, എല്ലാ മേഖലയിലുള്ള സകല ആൾക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. അത് ജയിലിലാവണേന് മുമ്പ് നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളായിരുന്നു, അതുകൊണ്ട് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് അല്ലേ കുഞ്ഞമ്മേ? ഇവര് ചെയ്ത സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. സാർ, അതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട. സാർ ഇപ്പൊ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. ശരി, പറയാം. പരോള് കിട്ടി ഇറങ്ങിയതിന് ശേഷം രാധാലക്ഷ്മി നേരെ എങ്ങോട്ടാ പോയത്? നേരെ ഇങ്ങോട്ടാ വന്നത്. ഇവിടെ വന്നിട്ട് അമ്മയെ കാണാൻ ആശ്രമത്തിൽ പോയായിരുന്നു. സാറേ, രാധേച്ചി വീട് തന്നെ ആശ്രമമാക്കാനുള്ള പരിപാടിയിലാണ്. സാർ തൽക്കാലം ആകാശത്തേക്ക് ഒരു വിടിച്ച് പിരിഞ്ഞു പോയിക്കോ. സാറേ, ഒരു കാര്യം പറയാം, ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം മാത്രം പറഞ്ഞാൽ മതി കേട്ടാ. ശരിക്കും പറഞ്ഞു ഇപ്പഴാ സാറ് രസയായത്. സത്യം പറഞ്ഞ രാധാലക്ഷ്മി, പരോളിൽ ഇറങ്ങിയിട്ട് രാധാലക്ഷ്മി നേരെ എങ്ങോട്ടാ പോയത്? അടുത്ത തീവെപ്പിന് വേണ്ടിയിട്ടല്ലേ പരോളിൽ ഇറങ്ങിയിട്ടുള്ളത്? എന്റെ പൊന്നു പോലീസാറെ, ഞാൻ വീടും ആശ്രമവും ഇവിടെ അല്ലാതെ വേറെ എവിടേക്കും പോയിട്ടില്ല എന്ന് ചുമ്മാ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാറേ, വെറുതെ പറയണതല്ല, തെളിവുണ്ട്. സാറിന് ഞാൻ കാണിച്ചു തരാം, 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. സാറേ ചുമ്മാതാ പറയുന്നത് സാറേ, സാറ് പിടിച്ച് 2 കുടച്ചിലങ്ങോട്ട് കൊടാ, അപ്പൊ സത്യം പറയും സാറേ. അയ്യോ എന്തുവാ ഇതൊക്കെ? കുമാരിയുടെ കുഞ്ഞിന് പോലീസിന്റെ കാവലൊക്കെ ഏർപ്പെടുത്തിയോ? കുമാരിയെ, അല്ല എന്തുവാ ഇതൊക്കെ? അച്ഛാ, അവര് കുഞ്ഞമ്മെ കാണാൻ വന്നാ. ശരിക്കും പോലീസാ. എന്താ സാറേ കാര്യം? കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രാധ എവിടെ? തെളിവെടുക്കാൻ പോയി. എന്താ ആളത്? അച്ഛനൊന്നും മിണ്ടാതെ നിൽക്കിപ്പോ വരും. സർ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ വന്ന ട്രെയിൻ ടിക്കറ്റ്. എറണാകുളത്ത് നിന്ന് വൈറ്റില ഹബ്ബ് വരെ വന്ന ബസ് ടിക്കറ്റ്. വൈറ്റില ഹബ്ബിൽ നിന്ന് തിരുവാങ്കുളം വരെ വന്ന ബസ് ടിക്കറ്റ്. തിരുവാങ്കുളത്ത് നിന്ന് വീട്ടിലേക്ക് ഞാൻ പിന്നെ ഓട്ടോറിക്ഷയിലാണ് വന്നത്, അതിന് പിന്നെ ടിക്കറ്റൊന്നും ഇല്ലല്ലോ. പിന്നെ വരണ വഴിക്ക് ഉച്ചയ്ക്ക് ഊണും അതുപോലെ വൈകിട്ടുള്ള ചായയും കുടിച്ചു ഹോട്ടലിൽ നിന്ന്, അതിൻ്റെ ബില്ലുകളാണിത്. പിന്നെ ഒരു വയസ്സായ ഒരു അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ഒരു കാരുണ്യ ലോട്ടറിയും അതുപോലെ തന്നെ അഗതി മന്ദിരത്തിന് ഒരു 20 രൂപ സംഭാവന നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് എൻ്റെ തെളിവുകൾ.
ഇതൊക്കെ എന്തൊരു തെളിവാ സാറേ? കുറെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ട് സാറേ ദൃശ്യം തരുമ്പോ മൂന്നാല് തവണ നമ്മൾ കണ്ടിട്ടുണ്ടോന്നൊന്ന് പറ സാറേ. സാറേ വെറും 4ാം ക്ലാസ്സുകാരിയുടെ ബുദ്ധിയല്ല ഇവരിപ്പൊ കാണിക്കണത്. സാർ നന്നായിട്ടൊന്ന് ചോദിച്ചേ. സാറേ ഇതൊക്കെയാണ് എന്റെ കയ്യിലുള്ള തെളിവുകൾ. ഇനി സാറിന് കൂടുതൽ എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. പിന്നെ നീ ഞാൻ ആരോട് ചോദിക്കണം നീ? സാറേ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താ ചോദിക്കാനുള്ള ആളിപ്പോ വരും. ആഹാ, അതല്ല ഊത്തായി പോയല്ലോ. വീട്ടിൽ കയറി വന്ന എസ്ഐയോട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാനോ? 1 മിനിറ്റ് വെയിറ്റ് എന്റെ സുലു. എന്റെ നിരപരാധിത്വം ഒന്ന് തെളിയിച്ചോട്ടെ. സംഭവം പണി തുടങ്ങിയിട്ടാ വാ സാറേ. കുഞ്ഞമ്മേ, ഞാൻ വൈകിയില്ല. ഏയ് കറക്റ്റ് സമയത്താ വന്നത്. സാറേ ഇതാണ് വക്കീല്. ഞാനല്ല ഇത്. സാറിന് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ചോദിച്ചോളൂ കേട്ടോ. സാറേ ഞാൻ രഞ്ജിത്ത്, ഇവരുടെ വക്കീലാണ്. ഞാൻ ഉത്തമൻ. ഞാൻ ചോദിക്കട്ടെ, എന്ത് തെറ്റാണ് ഇവരെ അനാവശ്യമായിട്ട് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? പരോൾ ഇറങ്ങിയ രാധാലക്ഷ്മി പരോൾ വ്യവസ്ഥ ലംഘിച്ചു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആരാ ഇൻഫോമർ? അതൊന്നും പറയാൻ പറ്റത്തില്ല. ആ എന്നാ പറഞ്ഞാല്